പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PSCയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന വിഷയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള 25 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 25 ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് പറഞ്ഞത് ആരാണ്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നീ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കാലടി. അടുത്ത ചോദ്യം, ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം കുറുമ്പൻ ദൈവത്താൻ. അടുത്ത ചോദ്യം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ചോദ്യം, സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ജന്മസ്ഥലമാണ്? സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ജന്മസ്ഥലമാണ്? ഉത്തരം അയ്യ വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? ഉത്തരം AK ഗോപാലൻ. അടുത്ത ചോദ്യം, SNDPയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? SNDPയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? ഉത്തരം കുമാരൻ ആശാൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണ്? ഉത്തരം ആത്മോപദേശ ശതകം. അടുത്ത ചോദ്യം, ഈഴവ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ഈഴവ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഡോക്ടർ പൽപ്പു. അടുത്ത ചോദ്യം, അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏത്? അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം വെങ്ങാനൂർ. അടുത്ത ചോദ്യം, 1915 ഏത് ജില്ലയിലാണ് കല്ലുമാല സമരം പൊട്ടിപ്പുറപ്പെട്ടത്? 1915 ഏത് ജില്ലയിലാണ് കല്ലുമാല സമരം പൊട്ടിപ്പുറപ്പെട്ടത്? ഉത്തരം കൊല്ലം. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഉത്തരം GP പിള്ള. അടുത്ത ചോദ്യം, വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടന രൂപീകരിച്ചത് ആരാണ്? വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടന രൂപീകരിച്ചത് ആരാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, അഖില തിരുവിതാംകൂർ ചേരമാർ മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? അഖില തിരുവിതാംകൂർ ചേരമാർ മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം പാമ്പാടി ജോൺ ജോസഫ്. അടുത്ത ചോദ്യം, ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, കുമാരഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? കുമാരഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പൊയ്കയിൽ യോഹന്നാൻ. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കർത്താവായ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടന. സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? ഉത്തരം കൊച്ചി പുലയ മഹാസഭ. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? താഴെ പറയുന്നവയിൽ വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? ഉത്തരം സമത്വ സമാജം. അടുത്ത ചോദ്യം, തൊഴിലാളി ക്ഷേമം മുൻനിർത്തി വേലക്കാരൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച നവോത്ഥാന നായകൻ. തൊഴിലാളി ക്ഷേമം മുൻനിർത്തി വേലക്കാരൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം
സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, ഓരോ പള്ളിക്കൊപ്പവും ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓരോ പള്ളിക്കൊപ്പവും ഓരോ പള്ളിക്കൂടവും എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം കുര്യാക്കോസ് ഏലിയാസ് ചവറ. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ചോദ്യം നിങ്ങളോടാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കിതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.